ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മല്യമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കക്കുരു മാങ്ങയും കൂടിയും വെച്ചിട്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാനിതിവിടെ കുറച്ച് ചക്കക്കുരു എടുത്ത് വെക്കുന്നുണ്ട്. ചക്കക്കുരു നന്നാക്കി ഒന്ന് ചുണങ്ങി എടുക്കണം. അതിന്മേലെ മേലത്തെ തോലൊക്കെ പോക്കി എടുക്കണം. അടിയിൽ ചുവന്ന തോല് ഇങ്ങനെ പോക്കണമെന്നില്ല. അത് നല്ലൊരു വിറ്റാമിനുള്ള സാധനമാണ്. എല്ലാവരും ഒന്ന് വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഇനി ഞാൻ ചക്കക്കുരു നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഗ്യാസ് ഓണാക്കി ഗ്യാസുമേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഗ്യാസുമേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കണം. സവാളയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു കഷ്ണം മാങ്ങ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് ഒരു കഷ്ണം എന്ന് വെച്ചാൽ ഒരു മാങ്ങൻ്റെ 1/4 ഭാഗത്തോളം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയ മാങ്ങൻ്റെ കഷ്ണമാണ്. അതിനെ കൊണ്ടൊരു 1/4 ഭാഗത്തോളം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിന് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് നന്നാക്കി മൂടി വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കണം. അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നാക്കി മൂടി വെക്കുക. മൂടി വെച്ചിട്ട് നന്നായി ഒന്നും കൂടി മാങ്ങയും കഷ്ണങ്ങളെല്ലാം കൂടി വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നന്നാക്കി വേവിച്ചെടുക്കണം. ഉപ്പ് പോരാത്തതിന് ലേശം കൂടി ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഒരു മിക്സീൻ്റെ ജാറെടുത്ത് ഞാനൊരു അരമുറി തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. മിക്സീൻ്റെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ലേശം പെരുംജീരകവും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നാക്കി അരച്ചെടുക്കണം. നല്ല നൈസാക്കി അരച്ചൊന്നെടുക്കണം. ഇനി അത് അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നല്ലോണം ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങയും ചക്കക്കുരു നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്കൊരു കയ്യിലിട്ട് നന്നാക്കി ഇളക്കി എടുത്തതിന് ശേഷം അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി തേങ്ങ നല്ലോണം ഒഴിച്ച് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് ഇളക്കിയെടുക്കണം. അടിപൊളി കറിയാണിത്. ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണമെന്നില്ല. ചോറിന് അടിപൊളിയാണിത്. നല്ല പുളിപ്പോടും കൂടി ചക്കക്കുരു കറി വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണിത്. വേറെ ഒന്നും വേണമെന്നില്ല. ഇനി ഇത് നന്നാക്കി തേങ്ങ ഇട്ട് കൊടുത്ത് ഞാൻ നന്നാക്കി ഇളക്കി എടുക്കുന്നുണ്ട്. ഇളക്കി നമുക്ക് ലേശം കൂടി വെള്ളം ഒഴിച്ചൊന്ന് പാകത്തിലുള്ള നേർപ്പാക്കി എടുക്കണം. അധികം നേർത്ത് പോകരുത്. കുറച്ച് കട്ടി വേണം കറിക്ക്. നന്നാക്കി ഇളക്കി എടുത്തതിന് ശേഷം ഞാനതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുത്ത് കീച്ച് വെക്കണം. ലേശം കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഉപ്പ് പോരായ്മ കൊണ്ടാണ് ലേശം. നമുക്ക് പാകത്തിനുള്ള ഉപ്പ് വേണം. ഞാൻ ആദ്യം ലേശം ഉപ്പ് ഇട്ടിട്ടുള്ളതിന്. ഇനി ഇത് നന്നാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നാക്കി തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് കീച്ച് വെച്ചിട്ട് ഇനി നമുക്ക് ഒരു ഗ്യാസ് ഓണാക്കി അതിന്മേലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. അത് നല്ലോണം ചീനച്ചട്ടി ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ലേശം കടുകും ഉലുവയും കൂടി ഒന്ന് വറവ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇനി ഞാനത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഉലുവയും കടുകും ഇട്ട് വറുത്ത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം.
കടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം അതിലേക്ക് എടുത്തൊഴിച്ച് കൊടുക്കാൻ പറ്റും. നല്ലോണം പൊട്ടി വരുന്നുണ്ട് കടുക് ഉലുവേ. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കറിക്ക്. ഇനി നന്നായി ഇത് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നാക്കി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന്